ഹായ് ഗൈസ്, അപ്പം ഇതിൽ ഞങ്ങൾ കുറിഞ്ഞാക്ക് പാടം കാണാൻ വന്നേക്കുന്നതാണ്. ഇവിടെ കുറേ താമരകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വരാണ്. അപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട്. രണ്ടുപേരും ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. നല്ല ഭംഗിയാട്ട കാണാൻ. ഞാൻ പാടൊക്കെ കാണിച്ചു തരാം കേട്ടോ. കുടിക്കണ വെള്ളാണോ? ഇപ്പൊ ഞങ്ങള് നല്ല ഭംഗിയാട്ട കാണാം. ഇവിടെ കുറച്ച് ഒരു 5-6 കൂടി കുറേ പേരോള് വന്നിട്ട് ഇവിടെ വന്നിരിക്കും. പിന്നെ വേണ്ട വെള്ളം ഫോം പോവാന്നുള്ളൊരു പേടി എനിക്കിട്ട് ഉണ്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ താമര, രസം. കശുമാങ്ങ കണ്ട ഗൈസ്, ആ മരല്ലേ, ആ മരത്തിൽ ഇതേ നമ്മുടെ കശുമാങ്ങകൾ കുറേ നിൽക്കുന്നുണ്ട്. അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം തോന്നി കഴിക്കണത്. കാരണം അത്രയും നല്ല റെഡാണ്. പിന്നെ ഞാൻ കശുമാങ്ങ ഒക്കെ കഴിച്ചിട്ട് കാലം കുറേ. അപ്പം ഞാൻ ഒന്ന് കഴിക്കാം. നല്ല മധുരാട്ടാ, നല്ല മധുരമുണ്ട്. പക്ഷെ ഇതൊരു കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറി ഉണ്ടാവും, അത് കഴിക്കണം. ഭയ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. നീ പറഞ്ഞിട്ട് കാര്യമില്ല, നിച്ചാ വീഴും. ആ ചേച്ചി പലതുണ്ട്. അതിനെന്തിനാ ചെയ്താക്കള്? ആ പല്ലൊക്കെ വല്ല വല്ലൊരു തുപ്പിയുടേത്. കുറേ താമരകളുണ്ട് കേട്ടോ. പക്ഷെ നമുക്കൊന്നും താമര കിട്ടില്ല. കാരണം അത്രയും നടുവിലാണ് താമരകൾ നിൽക്കുന്നത്. ഈശോ, ഇതിലും കൂടുതൽ ഞാൻ വിളിക്കുന്നില്ല. ഞാൻ പോട്ടെ, വീഡിയോ ആണ് കേട്ടോ. തുണ്ടു ആ അതിനാ കണ്ടത്തിക്കിട്ട് ആ കുഞ്ഞു കണ്ടത്തിലിരുന്ന് കളിച്ചോളൂ. കണ്ടത്തിക്കിട്ടോളെ. ഓക്കെ, അതിനിടയിൽ ധരിച്ചു നല്ല കരച്ചിലാട്ടോ കേറ്റേര്. നമ്മുടെ മാളുവിന് കയ്യിൽ മീൻ കിട്ടിയെന്നാ പറയണേ. നമുക്കൊന്ന് നോക്കാം. അത്ര വലുത് മീനെ കൈ കൊണ്ട് കോഴി എടുക്കാം. ഞാൻ അവിടെ അല്ല, ഞാൻ അച്ഛൻ നമുക്ക് വിഷമം. നല്ല ഭംഗിയാട്ടാ ഈ പാട സ്ഥലം. നമ്മള് എൻ്റെ ഫോട്ടോഷൂട്ട്, ഫസ്റ്റത്തെ ഫോട്ടോഷൂട്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് എടുത്തത്. ഭംഗിയ. ഇവിടെയൊക്കെ നിറയെ വെള്ളം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ നല്ല വെയിലല്ല, അപ്പൊ അതാണ് ഇങ്ങനെ ആവുന്നത്. അപ്പം ഞങ്ങളിത് അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ്. വെറുതെ ഒന്നുമില്ല, സത്യം പറഞ്ഞാൽ വെറുതെ ഒന്ന് കാണാൻ ഇറങ്ങിയതാണ്. താമര കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ താമര അവിടെ ഇവിടെയൊക്കെ ഉള്ളത് നടുക്കിലാണ്. അപ്പം നേരെ വീട്ടിലേക്ക് പോവാണ്. എൻ്റെ ചേച്ചി എന്നെ തന്നെ നോക്കിക്കാതെ ഞാൻ ചിരിച്ച്. ഈ നേരമാകുമ്പോഴാട്ടോ ആൾക്കാരൊക്കെ വരുന്നത് കണ്ടോ. ഇവിടെ കുറേ പേരുണ്ട്, കാറിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് വണ്ടിയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഇനി ഒരു 8:30 ഇരുട്ടായാലും മൂടെ ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ.
ഹായ് ഗൈസ്, അപ്പം അങ്ങനെ ദേ വീട്ടിലെത്തി. ഇനി വീട്ടിലെത്തിയിട്ട് കുളിച്ചിട്ട് നായ്ക്കുട്ടികൾക്ക് ചോറ് കൊടുക്കണം. അത് കഴിഞ്ഞ് കിടന്നുറങ്ങണം. അപ്പോൾ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ ഓക്കെ, ബൈ.